മക്കളെ. കിടക്കണ കിടപ്പ് കണ്ട നരസിംഹമാണ് നരസിംഹം. പൊളിയും. അല്ല കുഞ്ഞിന് വേദനിക്കും. ഇതിപ്പോ നമ്മുടെ കുഞ്ഞല്ലേ ആശ. കണ്ടാശാൻ അവന്റെ കണ്ണേറിഞ്ഞ കിടന്നേ ചേച്ചി. നമുക്കിതിലൊന്ന് കറങ്ങാൻ പോയാലോ? നടക്കില്ല നടക്കില്ല. നാളെ കാലത്ത് ഞാനും നിങ്ങളുടെ അമ്മമാരും കൂടെ ഇവനെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം മാത്രമേ ഓട്ടവും കറക്കൊക്കെ ഉള്ളൂ. എന്തെന്ന് തുടങ്ങുമ്പോ ഐശ്വര്യമായിട്ട് തുറക്കേണ്ട. അതാണ് നല്ല കാറല്ലേ അമ്മ? എടാ കാളി, എങ്ങനെയുണ്ടാ വണ്ടി പറ. പോളി വണ്ടി ആശാനെ 1 മിനിറ്റ്. ചങ്കിക്കുളന്ന് വർത്താനം പറയലടാ. നല്ല ഉഗ്രൻ സൂപ്പർ വണ്ടിയാടാ. അതാ ഞാനും പറഞ്ഞത് പോളി വണ്ടിയാന്ന്. അതായത് സംഗതി ഉഗ്രനാണെന്ന്. ആശാനെ ന്യൂ ജനറേഷൻ പ്രയോഗ. ഓ അങ്ങനെ. അതെ സുഹു, നമ്മുടെ വീട്ടിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ആയിക്കോട്ടെ. നല്ല കാര്യം. ഞാനെന്താ പറഞ്ഞത്? പിന്നെ തേങ്ങ നിന്റെ അച്ഛൻ തരുമ്പോ ആശാനെ വിളിക്കുന്നു. ഞാനോ? തേങ്ങ തിരുമണം. പോയടാ ഇങ്ങോട്ട് പോടാ. അവളൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞല്ലോ. എന്റെ പ്രേമേട്ടൻ എനിക്ക് വേണ്ടി മാത്രം വാങ്ങിയ വണ്ടിയാ അത്. ഡ്രൈവിംഗ് പഠിക്കാൻ. ആശാന്റെ അടുത്ത സമിതി വരുന്നു. ഓർമ്മോട്ട് നോക്കുന്നേ. നീ വേണമെങ്കിൽ കണ്ടോ, പക്ഷേ എന്റെ അനുവാദം ഇല്ലാതെ തൊട്ടു പോരുത്. വാ വാ വാ. മാളു കൊള്ളല്ലേ നമ്മുടെ വണ്ടി. നല്ലതാ. എടാ കനക, നാളെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ബോർഡ് വെക്കാം. വണ്ടി വരുന്നുണ്ട് ഓടി മറിക്കൊന്നാണ് ആശാനെ. അതിന് ബോർഡൊന്നും വെക്കണ്ട. 1-2 ദിവസം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഓടിച്ചാൽ മതി. ആൾക്കാരൊക്കെ ഓടി തള്ളിക്കോളും. എടാ അതല്ല, സുഹാസിനി ഡ്രൈവിംഗ് സ്കൂൾ എന്ന ബോർഡാണ് വേണ്ടത്. സുഹാസിനി ഡ്രൈവിംഗ് സ്കൂള്. ആദ്യം സുഹാസിനിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കേ, എന്നിട്ട് മതി ബോർഡ് വെക്കലും പഠിപ്പിക്കലും ഒക്കെ. മതി മതി, നിർത്ത്. അതിനെ കുറിച്ച് ഇപ്പൊ തർക്കിക്കണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. ദേ, നാളെ രാവിലെ നീ അവളും റെഡി ആയിട്ടിരിക്കണം. ഈ കാറിൽ നമ്മൾ അമ്പലത്തിൽ പോണു, വണ്ടി പൂജിക്കാൻ. പായസം സുനിച്ച. പായസം നിന്നെ വിളിച്ചില്ലല്ലോ. അതാണ്. വിളിച്ചില്ലെങ്കിലും ഞാൻ പോവൂ. അപ്പൊ നാളെ പോകുന്നില്ലേ? എങ്ങോട്ട്? നാളെ കാറ് പൂജിക്കാൻ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീലക്കാർ വർണ്ണൻ. നീലക്കാർ വർണ്ണൻ. എടാ കനക, എന്തൊക്കെയാലും ഈ കാറ് മുറ്റത്തിങ്ങനെ കിടക്കുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ് അല്ലടാ. നോക്കണേ. എടാ കനക, പണ്ടൊക്കെ ഈ തറവാടുകളുടെ ഒക്കെ മുറ്റത്ത് ആന നിൽക്കുന്നത് ഒരു അന്തസ്സായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതുപോലുള്ള കാറ് തന്നെ കിടക്കണം. എന്റെ ആശാനെ, ഗുരുവായൂർ കേശവന്റെ തലയെടുപ്പ് പോലെ ആശാന്റെ പേരും പ്രശസ്തിയും ഈ കാറ് നിലനിർത്തും. തലയെടുപ്പൊക്കെ ഓക്കെ, പക്ഷെ ഇത് കാരണം ആരും തലയെടുക്കാതിരുന്ന ഡബിൾ ഓക്കെ. ആര് തലയെടുക്കാൻ? ഇവൻ നമ്മുടെ പഞ്ചായത്ത് റോഡിന്റെ കുണ്ടിലും കുഴിയിലും ചാടി തുള്ളി പോകുമ്പോ ആ ഐശ്വര്യത്തിന്റെ പുകയും കേൾക്കാൻ ഇമ്പമുള്ള കറകറ ശബ്ദവും ഇവൻ നമ്മുടെ നാട്ടുകാരെ കയ്യിലെടുക്കും. എടുക്കൂടാ? പിന്നെ എടുക്കാതെ. ഇനി മുതൽ നമ്മുടെ വണ്ടിയുടെ പേരിൽ ആശാൻ അറിയപ്പെടാൻ പോകുന്നു. യവനിക പ്രേംലാലിന്റെ കാർ. പോകെ പോകെ ആളുകൾ ഇങ്ങനെ പറയും, ആ കിടക്കുന്നത് യവനിക പ്രേംലാൽ മുതലാളിയുടെ കാറാണെന്ന്. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേടാ. ദേ കിടക്കുന്നത് യവനിക പ്രേംലാൽ മുതലാളിയുടെ കാറാണെന്ന്. എന്റെ അമ്മോ, രോമാഞ്ചം. ആശാനെന്താ സ്വപ്നം കാണാനാ? അതേടാ, ഞാനൊരു മധുര സ്വപ്നം കാണാം. നമ്മുടെ നാടകം കളിക്കാനായി നിങ്ങളെല്ലാവരും നമ്മുടെ നാടക വണ്ടി പോണു. ഞാൻ തൊട്ടു പിന്നാലെ ഈ കാറില് മുതലാളിയെ പോലെ ഗമയിലിരുന്ന് ഒരു വരവ്. കനകോ, എങ്ങനെയുണ്ടാവും എന്റെ വരവ്? നമ്മുടെ ഈ വണ്ടിയിലാണോ ആശാൻ നാടകം കളിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്? അതെ. അപ്പോ നാടകത്തിൽ ദശരഥ മഹാരാജാവിന്റെ ഇന്റർവെല്ലിന് ശേഷമാണോ? അല്ല, അപ്പോഴേക്കല്ലേ അത് അവിടെ ഓടിയെത്തുള്ളൂ. ശാപം. എത്ര സമയായിടത്? ഇതെന്താണ് ആശാനെ, അവിടെ ചെല്ലുമ്പോ അമ്പലം പൂട്ടുവോ? അതെ, നമ്മള് കല്യാണത്തിനൊന്നുമല്ല പോകുന്നേ, അമ്പലത്തിലേക്കാ. കുറച്ചൊരുങ്ങിയാ മതി. വേം വാ. അക്കാര്യത്തിൽ ഈ സ്ത്രീകളൊക്കെ ഒറ്റ കെട്ട ആശാനെ. ചത്തോരെ കാണാൻ പോയാലും ചമഞ്ഞേ പോകും.
അത് ശരി. അതിന്റെ ഇടയ്ക്ക് നീ ആ പഴഞ്ചൊല്ല് മാറ്റിയോ? ഇവിടെ പൊട്ട ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കാവും. അതാണ് കറക്റ്റ്. വല്ലതും മനസ്സിലായ? ആ ഒരാള് ചമഞ്ഞു വന്നു. പ്രേമേട്ട ഞാൻ റെഡി, നമുക്ക് പോവാം. അല്ല ഹേമ ഒന്നില്ലേ? അതെ, ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ പോകുന്നത് ഞാനാ, അല്ലാതെ ഹേമയല്ല. സുഹാസിനി ചേച്ചി അത് പറഞ്ഞ് ശരിയായില്ല. ഒരു കാര്യത്തിന് പോകുമ്പോ പക്ഷപാതം കാണിക്കരുത്. എടക്കരക, നീ അല്ലേലും പണ്ടേ അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കും. രണ്ടും കൂടി ഒക്കും. നീയും കുളിക്കില്ല, അവളും കുളിക്കില്ല. ദേ, ഞാൻ കുളിച്ച് റെഡിയായിട്ട് അവിടെ പല്ല് പോലെ തേക്കാതെ നിൽക്കുക. എന്റെ ഈ ബിസിനസ് മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം കുളിക്കാതെ പോലും അവൾ അമ്പലത്തിൽ വന്നിരിക്കും. അതെ, കുളിക്കാതെ അമ്പലത്തിൽ പോകുന്നത് നിങ്ങളുടെ കുടുംബക്കാരാ. നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ, അങ്ങേർക്ക് വെള്ളം കണ്ടാലേ പേ പിടിച്ച പട്ടിയുടെ അവസ്ഥയായിരുന്നു. നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയാ ഈ അത്ര സ്പ്രേ ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ, ചാണകത്തിന് ചൂലുമൊക്കെ നല്ല വീക്ക് വെച്ചാണ് ഞാൻ. ആഹാ, എങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് മതി നിങ്ങളുടെ ഈ പാട്ടക്കാരന്റെ പൂജ. ഒന്ന് നിർത്തണ്ടോടി. അമ്പലത്തിലേക്ക് പോകുമ്പോഴെങ്കിലും നല്ല മനസ്സോടെ കയറ്. അത് എന്നോടല്ല പറയേണ്ടത്, ദേ ഇവളോടാ. രണ്ടുപേരോടും കൂടി തന്നെ ഞാൻ പറഞ്ഞത്. ഇതേ നമ്മുടെ വണ്ടിയാ, ഇത് പൂജിക്കാൻ വേണ്ടിയാ നമ്മൾ അമ്പലത്തിൽ പോണേ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് രണ്ടുപേരും വലത് കാലം വെച്ച് വണ്ടി കയറ്. ഞാൻ ഇടത് കാലം വെച്ചാ കയറൂ. ഇടതെങ്കിൽ ഇടത്, ഏതെങ്കിലും കാലം വെച്ച് കയറ്. ഓ, അവിടെ നിന്ന് എത്തിയാ മതി. എനിക്ക് ഒന്ന് മാറണം, ഇരിക്കാൻ സമ്മതിക്കില്ല. ദേ, അങ്ങോട്ട് പറയുന്നേ. ആഹാ, ഞാൻ കേറിട്ട് കയറിയാ മതി. നിങ്ങൾ പുറകില് നിന്റെ പട്ടി ആ, അപ്പൊ നിങ്ങൾ പുറകിൽ തന്നെ ഇരുന്നാ മതി. മര്യാദക്ക് പുറയും പൊരിക്കടി. ഇവര് ഈ കാറ് പറ്റില്ല, നല്ല പണി. ആണങ്ങോട്ട്. പ്രേമേട്ട, കാർ എന്റെ ആവശ്യത്തിന് വാങ്ങിയതാ. അതുകൊണ്ട് ഈ കാറിൽ ഞാൻ ഫ്രണ്ടിലിരിക്കും. ലാലേട്ടാ, ഞാൻ ലാലേട്ടന്റെ ഭാര്യയാണെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. ശരി ശരി, ഇനി ഞാനൊരു തീരുമാനം പറയാം. രണ്ടുപേരും ഫ്രണ്ടിലിരിക്കണ്ട. പിന്നെ എടാ കനക, കേരള ഫ്രണ്ടിൽ. അതെ, വല്ലതും കേറണമെങ്കിൽ കേറ്, ഇല്ലെങ്കിൽ ഞങ്ങള് പോവും. പ്രേമേട്ട, നമുക്ക് പോവാം. ആ, കേറ്, കേറ്. മാറി അങ്ങോട്ട്. അതെ, അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട. നീങ്ങിയിരിക്കാം. കുറച്ച് നീ അങ്ങോട്ട് നീങ്ങിയിരുന്നേ. നിങ്ങൾക്ക് അങ്ങ് നീങ്ങിയിരുന്നാ പോലെ. ദേ, എന്റെ ദേഹത്ത് മുട്ടരുത്. ആ പിന്നെ, ദേഹത്ത് മുട്ടി അങ്ങ് ഉരുകി. അച്ഛനെ വണ്ടിയെടുക്ക അച്ഛനെ, ഇല്ലെങ്കിൽ ഇത് വാഗൻ രാജനേക്കാളും വലിയ ദുരന്താവും. അങ്ങനെ കുറെ നാളത്തെ ഒരു വലിയ മോഹ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നേ. ഇനി മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊന്ന് പുഷ്പിച്ചെടുക്കണ്ടേ? തീർച്ചയായും. ഇനി നമ്മുടെ പുത്തൻ പഴയ കാറിന്റെ പിയാറോ നമ്മൾ തന്നെ ആയിരിക്കും. ഈ സെൽഫ് പ്രൊമോഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അത് തന്നെ ആയിരിക്കും. നമ്മുടെ കാറിൽ എനിക്ക് 1-2 സ്ഥലത്തൊക്കെ പോവാനുണ്ട്. നിനക്ക് 1-2 സ്ഥലത്തല്ലേ, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്. പക്ഷേ മറ്റെവിടെയും പോകും മുമ്പ് ആദ്യം ആ പൊങ്ങച്ചക്കാരുടെ മുന്നിലേക്ക് തന്നെ എനിക്ക് പോണം. അതാരാ? ആ ആൻമേരിയുടെ. നമ്മുടെ കാറ് അവളുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി എനിക്കൊന്ന് പാർക്ക് ചെയ്യണം. എന്നിട്ട് കീ കീ കീന്ന് നീട്ടി 4 ഹോണും അടിക്കണം. കാറില്ലെന്നും പറഞ്ഞ് അവൾ എന്നെ അതിനും മാത്രം കളിയാക്കിയിട്ടുണ്ട്. കവിതേശ്വര ദേഹത്ത് കാറിൽ വന്ന് ചെളി തെറിപ്പിച്ചത് ഈ പറയുന്ന ആൻമര തന്നെയല്ലേ? ചെളി തെറിപ്പിച്ചത് മാത്രോ? എത്ര വട്ടം അവളുടെ കാറിൽ കേറ്റാന്നും പറഞ്ഞ് എന്നെ റോഡിൽ കൂടെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടും, അവള് വണ്ടി വിടും. പിന്നെ വണ്ടി നിർത്തും, ഞാൻ ഓടി അടുത്തെത്തുമ്പോ അവള് വീണ്ടും വണ്ടി വിടും. 1-2 വട്ടം അവൾ അങ്ങനെ ചെയ്തപ്പോ അവൾ നിന്നെ കളിയാക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കാലോ. പിന്നെ നീ എന്തിനാ അവളുടെ കാറിന്റെ പിന്നാലെ ഓടിയത്? ചെലപ്പോ വണ്ടി നിർത്തിയാലോ? ആ, എന്തായാലും നമ്മളിപ്പോ കാർ വാങ്ങിയല്ലോ. ഇനി അവളുടെ മുന്നിൽ കൂടി നമ്മൾ ആ കാർ ഓട്ടിച്ച് ഷൈൻ ചെയ്യുന്നു. പറ്റിയ അവളുടെ ദേഹത്തും ചെളി തെറിപ്പിക്കണം. അത്രേ ഉള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. നമ്മുടെ വണ്ടി അവളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് നീട്ടി 4 ഹോൺ അടിക്കണം. അത്രയും മതി. അതിനെന്താടാ കാളി ഒരു മാർഗം? അത് ഈസി അല്ലേ? നീ ഒരു വഴി പറഞ്ഞു കൊടുത്തടി. ബെസ്റ്റ് കക്ഷി, നാണമില്ലല്ലോ. ആ ശരി, ഞാൻ തന്നെ പറയാം. അതെ, അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ നിന്ന് തിരികെ വന്ന് കഴിഞ്ഞാ കാർ എടുത്തോണ്ട് നമുക്കങ്ങ് പോവാം. 4 ഹോണല്ല, ഒരു 10-15 ഹോൺ നമുക്ക് നീട്ടി അടിക്കാം. എന്താ, മതിയാ? ആ, അത് മതി. ദേ, ആ ആൻമേരി വിളിക്കുന്നു. എടുക്ക്. കാറ് വാങ്ങിച്ച വിവരം ഇപ്പൊ തന്നെ അവൾ അറിയിച്ചേക്കാം. നല്ല സമയത്ത് അവള് വിളിച്ചേ. ഹലോ ആൻമേരി, ഞങ്ങളും കാറ് വാങ്ങി കേട്ടോ. അച്ഛനും അമ്മയും കൂടെ കാറ് പൂജിക്കാൻ പോയേക്കാ. ആ, ഞാൻ അറിഞ്ഞായിരുന്നു. എടാ കാളി, നമ്മുടെ കാറ് ഫേമസ് ആയിട്ടാ. ആണോ? ആ, പൂജിക്കാൻ കൊണ്ടുപോയ കാറേ ഇപ്പോഴേ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അല്ല, നീ ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞു? പിന്നെ അറിയില്ലേടി, എന്റെ വീടിന്റെ മുന്നിലല്ലേ കാറ് വന്ന് കിടക്കുന്നേ. കണ്ടോടി,
നമ്മുടെ മനസ്സിൽ കണ്ടത് നമ്മുടെ അച്ഛൻ മാനത്ത് കണ്ടിരിക്കുക. നമ്മുടെ കാറ് ആ ആൻമേരിയുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുക അച്ഛൻ, അവളെ കാണിക്കാൻ. ഹോ, അച്ഛൻ അതിലിരുന്നൊന്ന് നീട്ടി 4 ഹോണം കൂടെ അടിച്ചാ മതിയായിരുന്നു. എങ്ങനെയുണ്ട് ആൻമേരി ഞങ്ങളുടെ കാറ്? നല്ല ബെസ്റ്റ് കാറ്. നിന്റെ 2 അമ്മമാരും പിന്നെ ആ കനകൻ ചേട്ടനും കൂടി ആഞ്ഞു തള്ളിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ സീറ്റിൽ നിന്റെ അച്ഛനും ഉണ്ട്. പിന്നെ നിനക്ക് കാണാൻ വേണ്ടി അതിന്റെ വിഷ്വൽസ് ഞാൻ വാട്സാപ്പിൽ അങ്ങ് അയക്കാം. കാണ്, കണ്ട് സായോജി അടങ്ങ. എന്താടി പ്രശ്നം? മൊത്തം പ്രശ്നമാടാ. എന്ത് പ്രശ്നം? ദാ കാണു. അപ്പൊ നമ്മുടെ വണ്ടി അത് നിന്നു. വണ്ടി നിന്നെങ്കിൽ എന്താ? ആൻമേരുടെ വീട്ടിന്റെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തണമെന്നുള്ളത് നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ. കാളി ചേച്ചി, ആ എന്താ ഇതെന്താ ഇങ്ങനെ വന്നേ? നമ്മുടെ വണ്ടി എന്ത് ചേച്ചാ? വണ്ടി നിന്നു മോളെ. നിന്നോ? എങ്ങനെ? എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ വണ്ടി ഓടുന്നില്ല. എന്നാ പിന്നെ ഒരു ഓട്ടോ വിളിച്ചു വന്നാ പോരായിരുന്നോ? ഇതിപ്പോ അതിന് നിങ്ങളുടെ അമ്മമാരെ സമ്മതിക്കണ്ടേ? റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നവരെ ഏത് ഓട്ടോയിൽ കയറ്റും? പറ. കയറ്റിയാ തന്നെ അതിന്റെ അകത്ത് കിടന്ന് വഴക്കിട്ട് ഓട്ടോ പൊളിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നിങ്ങൾക്കറിയോ, ഇവരുടെ അടി കാരണേ ഒരു ഓട്ടോക്കാരൻ പേടിച്ചിട്ട് ചീത്ത പറഞ്ഞിറക്കി വിട്ടു. മനസ്സിലായോ? പിന്നെ അവസാനം കിട്ടിയത് ഈ വണ്ടിയാ. ഇതാണെങ്കിൽ കാറ്റും വെളിച്ചൊക്കെ കിട്ടും ചെയ്യും, നീണ്ടു നിവർന്ന് നിൽക്കും ചെയ്യാം. എനിക്ക് ഇതിന്നൊന്ന് ഇറങ്ങണം. എനിക്ക് ഇറങ്ങണം. കനക, ആ ലോഡ് ഇറക്കും. ആ ലോഡ് ഇറക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഓടണേ? എന്റെ ആശാനെ, പ്രളയമായിരുന്നെങ്കിൽ എന്റെ മുതുക് കാണിച്ചു കൊടുത്തിട്ടായാലും ഞാൻ ഇറക്കിയനെ. ഇതിപ്പോ ഇവര് രണ്ടുപേരായതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വാട കരക. വന്നു എങ്ങോട്ടേ തള്ളിക്കറി വരുന്നത്? ഞാൻ ആദ്യം ഇറങ്ങട്ടെ. ഞാനല്ലേ ആദ്യം ഇറങ്ങേണ്ടത്? ഞാൻ ഇറങ്ങട്ടെ. അങ്ങോട്ട്. ഞാനാ സീനിയർ. ഞാൻ ആദ്യം ഇറങ്ങട്ടെ. നടു അടിഞ്ഞ് കിടക്കുമ്പോഴാ സീനിയർ. അങ്ങോട്ട് മാറടി. ഇറങ്ങിയ ഞാൻ ആദ്യം ഇറങ്ങിയാ മതി. ദയവേത് ഞാൻ കാല് പിടിക്കാൻ പറ്റും. എന്റെ അമ്മേ. എന്റെ കൈ നടുവൊക്കെ പോയി. റൂമിലേക്ക് വരണം, കുഴമ്പെടുത്തോണ്ട്. ലാലേട്ടാ, ഈ നടുവും കൈയൊക്കെ എനിക്കുള്ളതാ. കുഴമ്പെടുത്തോണ്ട് വന്നേക്കണം എന്റെ മുറിയിലേക്ക്. ചെന്ന് തിരുമ്മി കൊടുക്ക്. ഇനിയും വണ്ടി തള്ളാനുള്ളതാ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിന്ന് വരില്ല. ആ വണ്ടി നമ്മുടെ പുള്ളോടത്തോളം കാലം തള്ളു എന്തായാലും വേണ്ടി വരും. പാടണത് ഇതാര്? ശരപഞ്ചരത്തില് ജയനോ? ഓ, ഇത് ശവമഞ്ചരത്തില് ശശിയായിരുന്നോ? എന്നെ നീ കിരിക്കടൻ ജോസാക്കരുത്. 1.5 മണിക്കൂറായിടാ ഞാനിപ്പോ പാട് പറയാൻ തുടങ്ങിയിട്ട്. കനക, ഞാൻ താഴെ വരുമ്പോ എന്റെ 2 കയ്യിൽ നീ ഒഴിഞ്ഞു തരണോട്ടാ. ഒഴിഞ്ഞു തരാം. രണ്ടുപേരുടെ ശരീരമൊക്കെ നന്നായിട്ട് ഇളകിയല്ലേ? പ്രേമേട്ട, എനിക്ക് നല്ല സംശയമുണ്ട്. ഞങ്ങളുടെ നടുവിന്റെ നട്ടും ബോൾട്ടും ഇളക്കാൻ വേണ്ടി ഇവൻ നമ്മുടെ വണ്ടിയുടെ ഏതോ സ്വിച്ചിൽ പിടിച്ച് തിരിച്ച് വണ്ടി മനഃപൂർവ്വം ഓഫാക്കിയതാണ്. ആ വണ്ടിക്കാ മര്യാദയ്ക്ക് ഒരു ബ്രേക്ക് പോലും ഇല്ലായിരുന്നു. അയ്യോ, അപ്പൊ ബ്രേക്ക് ഇല്ലായിരുന്നോ? നന്നായി. ഇതിലും വലിയ എന്തോ ദുരന്തം വരാനിരുന്നതാ. ഇതോടെ തീർന്നല്ലോ. ഈ വണ്ടി വന്നത് തന്നെ വലിയൊരു ദുരന്ത. ആശ നോക്കണ്ട, കൊണ്ടുവന്നത് സുനിച്ചനല്ലേ. ഇതും ഇതിനപ്പുറം സംഭവിക്കും. ആ പിന്നെ നമ്മുടെ വണ്ടി കൊടൈക്കനാലിലേക്കൊന്ന് വെച്ച് പിടിപ്പിച്ചേക്കരുത്. എന്താ പോയാലേ? അല്ല, അവിടത്തെ ഹെയർ പിന്നൊന്നും വളയ്ക്കാനുള്ള വളവൊന്നും നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗിന് ഇല്ല ആശാനെ. കൂടുതൽ വളച്ചാലേ ഒടിഞ്ഞ് കയ്യിലിരിക്കും. കനക, കുറച്ച് കൂടുന്നുണ്ടോ നിനക്ക്?
ആ ആഹാ അത് ശരി, അമ്മ ഇവിടെ വന്നിരിക്കുകയാണോ? ഹ്, ഇവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. എന്താടി കാര്യം? ഈ വരുന്ന 10-ാം തീയതിയാ മോഡേൺ മമ്മിയായി അമ്മ എന്റെ കോളേജിലേക്ക് വരേണ്ടത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ചേച്ചി പിന്നെ കോളേജിൽ പഠിക്കാൻ പോണോ? അപ്പൊ 8 പാസ്സാവണ്ടേ? കനകേട്ടാ, അമ്മയെ കോളേജിൽ ഒരു ഫംഗ്ഷന് പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോവാ. ഇംഗ്ലീഷ് പഠനം, ഡ്രൈവിംഗ്, മോഡേൺ കോസ്റ്റ്യൂം, അടിമുടി അമ്മയൊന്ന് മാറും. അതിലും ഭേദം നീ അമ്മയെ മാറ്റുന്നാടി നല്ലത്. അല്ലെങ്കിൽ നീ നാറും പോണം. പ്രേമേട്ടാ, ഓ ഒന്നുമില്ലടി, ഒന്നുമില്ല. അമ്മേ ചാനലിൽ നിന്ന് വിളിച്ചു. അടുത്തതിന്റെ അടുത്ത തിങ്കളാഴ്ചയാ ചാനലിന്റെ പരിപാടി. അതായത് ഈ വരുന്ന 10-ാം തീയതി. അപ്പൊ അടുത്ത 10-ന് ആശാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ ദൈവമേ. ആ ലാലേട്ടാ, 1.5 കോടിയുടെ ഫ്ലാറ്റ് കിട്ടുന്ന കാര്യമാ. ഡ്രസ്സൊക്കെ എടുക്കണം. ആ, അതിനെന്താ, ഡ്രസ് എടുക്കാലോ? ആ അങ്ങനെയാണെങ്കിൽ എനിക്കും എടുക്കണം. 2 പേർക്ക് കൊടുക്കാം. ഓരോ സാരിയല്ലേ. സാരിയോ? കുറഞ്ഞതൊരു 25,000 രൂപയുടെ ഡ്രസ്സെങ്കിലും ഞങ്ങൾക്ക് വേണം. എനിക്കും വേണം 10-30,000 രൂപ. ലാലേട്ടാ, എനിക്ക് ഫ്ലാറ്റാ കിട്ടാൻ പോകുന്നത്. എനിക്ക് മാത്രം ഒരു 50,000 രൂപ വേണ്ടി വരും. ലാലേട്ടാ, ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞുള്ളൂ, ആശ ഫ്ലാറ്റായി. നിന്നെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോടാ. നീ അവനെ വേണ്ടെന്ന് വെച്ചാ. എന്റെ പൊന്നി ചേട്ടാ, ഞാനൊരു ശബ്ദം എടുത്തിട്ടിരിക്കുക. ഇനി ആശാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു നടനായിട്ടായിരിക്കുന്നു. നീ ഒരു നടനാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അതായിരിക്കും. അയ്യോ ചേട്ടാ, മിമിക്രി പഠിച്ചിട്ടുണ്ടോ? മിമിക്രി പഠിച്ചിട്ടുണ്ടോന്നാ? അഭിനയത്തിന്റെ സമസ്ത മേഖലകളും കടന്നിട്ടല്ലയോടാ ഞാനിവിടെ എത്തി നിൽക്കുന്നത്. എന്നാ ചേട്ടാ, എന്നെ ഒന്ന് അഭിനയം പഠിപ്പിക്കാവോ? ഹനുമാനായിട്ട് എനിക്ക് വേഷപ്പകർച്ച വന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ എന്റെ അഭിനയത്തിന് ഒരു കുറവില്ലായിരുന്നു. എന്നിട്ടും ആശാൻ എന്നെ വഴക്കും പറഞ്ഞ് ഇറക്കി വിട്ട് കളഞ്ഞു. മമ്മൂട്ടി മോഹൻലാലൊന്നും ആയില്ലേലും ഞാനും അഭിനയിക്കും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. എടാ, മമ്മൂട്ടിക്കും മോഹൻലാലിനും അഭിനയത്തിൽ അവരുടേതായ ശൈലികളുണ്ട്. ഓഹോ, നിനക്കതില്ല. വെറും അഭിനയം കൊണ്ടത് കാര്യമൊന്നുമില്ല. അതില് വ്യത്യസ്തതകൾ വേണം. എനിക്ക് വ്യത്യസ്തതയുള്ളൊരു നടനായിട്ട് മാറണം അമ്പുവേട്ടാ. എടാ ഉണ്ണി, കലാപവും മണിയുടെ സുകുമാരന്റെ അയ്യോ പാപം ചൊറിച്ചലും ചെവിക്ക് വിരലിടലും, നരേന്ദ്രപ്രസാദ് സാറിന്റെ കുളപ്പുളിയപ്പന്നൂരുട്ടൽ, സുരാജന്റെ തിരുവനന്തപുരം ഭാഷ തള. എടാ, സുരേഷ് ഗോപിയുടെ ഷിറ്റ്, ഇതൊക്കെയാടാ അവരെ വ്യത്യസ്തരാക്കി. അതാണ് നീ അഭിനയിക്കും, അതെനിക്കറിയാം. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ട് നീ ഉണ്ടാക്കിയെടുക്കണം. എടുക്കണം. ആ റൂട്ട് എനിക്ക് അമ്പുവേട്ട പറഞ്ഞു തരണം. ആ റൂട്ട് സ്വല്പം ദുർഘടം പിടിച്ചതാ. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാ. ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ്. അതിലും കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി മാത്രമേ നിനക്ക് ഈ 18-ാം പടി കയറാൻ പറ്റൂ. അഭിനയം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ശബരിമലയ്ക്ക് വിടാനുള്ള പരിപാടിയായിരുന്നല്ലേ? അല്ല, ഈ ചെരിപ്പിട്ട് നടന്നു പോകാൻ പറ്റിയ സ്ഥലമാണോ? എങ്കിൽ നടക്കാം. എടാ, അതിനൊക്കെ ചെലവുണ്ട്. അഭിനയത്തിന്റെ കൊടുമുടി കീഴടക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നവന് ചില ഒരു പ്രശ്നമാണോ? എന്നാലും ചോദിക്ക, ഒരു ക്വാർട്ടറിൽ ഒതുങ്ങും. തീരില്ല. അല്ല, പൈന്റില് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. ചേട്ടാ, അങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോ പോയാലോ? പിന്നല്ലാതെ. ഓക്കെ, 1 ലിറ്റർ ഉറപ്പിച്ചു. എന്നാ കാശെടുക്ക്. എടുക്കടാ വേഗം. അല്ല, ഇത് എടാ, ഇത് കുപ്പി വാങ്ങാനേ തികയൂ. പിന്നെ GSTക്ക് ഞാൻ ചെയ്യും. മദ്യം കുടിക്കുന്നതിന് GSTയോ? എന്നാ എനിക്കറിയില്ലേ? ഗ്ലാസ്, സോഡ, ടച്ചിങ്സ്, GST. വെറുതെ അല്ല, GST ഇച്ചിരി കടുപ്പാണെന്ന് വ്യാപാരികൾ പറയുന്നത്. താങ്ങട്. എന്നാ പിന്നെ നീ പോയിട്ട് അടുത്ത ആഴ്ച അങ്ങ് വാ. പോട്ടാ, ഇതെന്റെ ലൈഫാ. ഈ അഭിനയത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്റെ ജീവിതമാണ്. അല്ല, ഈ ഒരാഴ്ച എന്ന് പറയുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റൂ? എടാ, നിനക്ക് ചേരുന്ന കുറെ അഭിനയത്തിന്റെ അഡീഷണൽ ഫിറ്റിംഗ്സ് നിന്നിലേക്ക് ഞാൻ മോൾഡ് ചെയ്ത് കയറ്റണം. എന്നാലും പണിയുണ്ട്. എന്നാലും പെട്ടെന്നാക്കാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ GST ഇല്ലാതെ ഒരു ബില്ല് കൂടി ഞാൻ പാസ്സാക്കി തരും, ഉറപ്പ്. എങ്കിൽ നിനക്കുള്ള അഡീഷണൽ ഫിറ്റിംഗ്സ് ഞാൻ പെട്ടെന്ന് ശരിയാക്കാം. ഇതോടുകൂടി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്റെ കലാദേവതയെ. അയ്യോ, ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മേ, അമ്മേ, get up, get up.
മമ്മി ഗെറ്റ് അപ്പ്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. കം ഓൺ മമ്മി, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. സെറ്റപ്പോ? ഒരു വൃത്തിയായിട്ട വാക്കല്ലേടി അത്. ഷൂ, ഒരു അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മോൾക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ കൊള്ളാമോടി? അമ്മേ സെറ്റപ്പ് അല്ല, ഗെറ്റ് അപ്പ്. എണീക്കാൻ ഇംഗ്ലീഷാ. എടി മോളെ, ഇങ്ങനെയൊക്കെ ഞാൻ പറയണോ? ഇങ്ങനെയൊന്നും പറഞ്ഞാ പോരാ, ഇതിലും ഭംഗിയായി പറയണം. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോടി? പിന്നെ എന്തിനാ അമ്മേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്? അമ്മ ഒന്ന് സഹകരിക്കേ. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയുന്നത് പോലെ ഒക്കെ ഞാൻ ചെയ്യാം. എന്റെ അമ്മേ, അമ്മയെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആരുടെ മുന്നിലും കൊച്ചാകാൻ പാടില്ല. ശരി, സമ്മതിച്ചു. എന്താ ഞാൻ ഇപ്പൊ ചെയ്യേണ്ടത് അത് പറ. ഇനി കോളേജിലേക്ക് അധികം ദിവസമൊന്നുമില്ല. മമ്മി അവിടെ വന്ന് ചറപറാന്ന് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇപ്പോഴേ പരിശീലനം തുടങ്ങണം. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്.